നയൻത്തിലെ മാത്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നയൻത്തിലെ മാത്സ്. അപ്പം നമുക്കതിലെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അത് നമ്മുടെ എത്രത്തോളം സന്തോഷകരമാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും വീഡിയോ കാണാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിലും ഒരു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു കൊടുക്കുകയും ആവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Draw a right triangle and the perpendicular from the midpoint of the hypotenuse to the base. Prove that this perpendicular is half the perpendicular side of the large triangle. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിൻ്റെ മിഡ് പോയിന്റിന് താഴോട്ടേക്ക് ഒരു ലൈൻ വരഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്യണം. ഇതിലും തിയറി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇത് രണ്ടും പാരലൽ ലൈൻസ് എന്നാണ്. അതായത് നമുക്ക് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, നിങ്ങൾ സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്, നമ്മുടെ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, പെർപെൻഡിക്കുലർ മീൻസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. Then these two lines are perpendicular. That two lines are perpendicular, so this is parallel also. Okay, here first we want to prove that this perpendicular is half the perpendicular side of the large side. നമ്മുടെ ഇതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Okay, so here Q is the midpoint. Q is the midpoint of AC. Q is the midpoint of AC. Then PQ and BC are parallel. PQ and BC are parallel. Q midpoint, ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് Q എന്ന് പറയുന്നത്. PQ and BC parallel. So we can write PQ equal to half BC. നമ്മൾ പഠിക്കുന്ന ഡെഫിനേഷൻ, the length of the line joining the midpoints of two sides of a triangle is half the length of the third side. അതായത് നമ്മൾ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് മറ്റൊരു, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ പാരലൽ ലൈൻ ചെയ്യുകയാണെങ്കിൽ അത് തേർഡ് സൈഡിനെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് പാരലൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മളെടുത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? സോ പി ക്യു ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് പറയാം. അതായത് ഈ മിഡ് പോയിന്റിൽ നിന്ന് ഹാഫ് ഇതിന് പാരലൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഈ ലൈനിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ 3 ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ട് ദ ബോട്ടം സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. എന്താ പറയുന്നത്? പ്രൂവ് ദാറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ട്, അതായത് നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ ചെയ്തപ്പോൾ ഈ ലൈന് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. എവിടെ? നമ്മുടെ ഈ ബോട്ടം ലൈൻ, അതായത് എ പി ഈക്വൽ ടു പി ബി ആണെന്നാണ് പറയുന്നത്. ഇവിടെ ക്യൂ മിഡ് പോയിന്റ് ഓഫ് എ സി, പി ക്യു ആൻഡ് ബി സി പാരലൽ. സോ ദിസ് ലൈൻ ഡിവൈഡ് our baseline or bottom side in the same equal part, divide into two equal parts. AP equal to PB. We want to find out AP equal to PB. Q is the midpoint of AC. PQ and BC are parallel. So P is midpoint of AB. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് മറ്റേ ലൈനിന് പാരലൽ ആണെങ്കിൽ അത് തേർഡ് സൈഡിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് അതിൻ്റെ ഡെഫിനേഷനാണ്. Therefore, perpendicular bisect the bottom side in the large triangle. Prove that in large triangle, the distances from the midpoint of the hypotenuse to all the vertices are equal. ഇത് നമ്മുടെ ലാർജ് ട്രയാങ്കിളിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. അതായത് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ എന്നുള്ള പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും സിയിലേക്കും സെയിം ഡിസ്റ്റൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ക്യൂ എ, ക്യൂ ബി, ക്യൂ സി എന്ന് പറയുന്നത് ഈ വേർട്ടിസസിലേക്കുള്ള ലെങ്ത് ആണ്. അതായത് എ ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണ്. സോ ക്യൂ എ, ക്യൂ ബി, ക്യൂ സി ആർ ദ വേർട്ടിസസ് ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് വേർട്ടിസസ്, ലെങ്ത് ഓഫ് ദ പോയിന്റ് ഫ്രം ക്യൂ ആൻഡ് ദ all vertices. Okay, since Q is midpoint of AC, then QA equal to QC. നമുക്കറിയാം സി മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതും ഈക്വൽ ലെങ്ത് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ക്യൂ ബി ഈക്വൽ ആണെന്ന്, ബി 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിവിടെ വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ പിക്ചർ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇത് മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരികയാണെങ്കിൽ അത് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയാണ് പാസ് ചെയ്തു. നമ്മുടെ സർക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്നിട്ട് പോവുക. ദാറ്റ് മീൻസ് വാട്ട്?
എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമല്ല ക്യു എ ക്യു ബി ക്യു സി ആർ റേഡിയസ് ഓഫ് സർക്കിൾ. ക്യു എ ക്യു സി ക്യു ബി ആർ റേഡിയസ് ഓഫ് സർക്കിൾ. റേഡിയസ് ഓഫ് സർക്കിൾ മീൻസ് റേഡിഐ. റേഡിയൈനെ പ്ലൂറലായിട്ട് പറയുന്നതാണ്, റേഡിയസിനെ റേഡിയൈ എന്നാണ് പറയുക. റേഡിയസ് എന്നുള്ള I എഴുതിയാൽ മതി. സോ ക്യു എ ഈക്വൽ ടു ക്യു ബി ഈക്വൽ ടു ക്യു സി. Okay, next question. Prove that the circumcenter of a right triangle is the midpoint of its hypotenuse. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് എന്നതിൻ്റെ എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ദാറ്റ് മീൻസ് ഓൾ ആർ റേഡിയസ് ഓഫ് സർക്കിൾ. Therefore we know that the midpoint of the hypotenuse is a center of the circle. നമുക്കറിയാം അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും. ദാറ്റ് സർക്കിൾ പാസസ് ത്രൂ ഓൾ വെർട്ടിസസ് ഓഫ് ലാർജർ ട്രയാങ്കിൾ. ആ നമ്മുടെ സർക്കിളിലേക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വെർട്ടിസസിലൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പറ്റ്ന്യൂസ് ഈസ് ദ സർക്കംസെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. നമ്മൾ അതേപോലെ ഒരു ഒറിജിനൽ പിക്ചർ വരച്ചാൽ അതേപോലെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിന്റിന് നമ്മൾ നോക്കിയിട്ട് ഒരു സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താകും, അത് എല്ലാ വെർട്ടിസിലൂടെയും പാസ് ചെയ്ത് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the parallelogram ABCD, the line drawn through a point P on B parallel to BC meet AC at Q. The line through Q parallel to AB meets AD at R. Prove that AP by PB equal to AR by RD. നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് കൺസിഡർ ദ ട്രയാങ്കിൾ ABC. എ ബി സി, എ ബി സി ഇത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഈ ഭാഗം മാത്രം. ഈ ഹാഫ് പാർട്ടിൻ്റെ താഴെയുള്ളത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്ത് ചെയ്യാം, നമ്മൾ ഈ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ കാണുന്നില്ല, നമ്മുടെ ബാക്കി ഭാഗമൊന്നും കാണുന്നില്ല, ഈ പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ് നമ്മൾ എടുത്തത്. അതിൽ ഈ പി ക്യു എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം നോക്കാം. നമ്മുടെ ട്രയാങ്കിളിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ദീസ് ടു ലൈൻസ് ആർ പാരലൽ, സോ വി ക്യാൻ റൈറ്റ് AP by PB equal to AQ by QC. Consider ABC, we can write PQ and BC parallel, so we can write AP by PB equal to AQ by QC. AP by PB equal to AQ by QC. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ ഇട്ടിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ട്രയാങ്കിൾ ADC. ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ താഴത്തെ ഭാഗം നോക്കണ്ട. ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ CD ആൻഡ് QR ആർ പാരലൽ ലൈൻസ്. സോ വി ക്യാൻ റൈറ്റ് AR by RD ഈക്വൽ ടു AQ by QC. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, AR by RD ഈക്വൽ ടു AQ by QC. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, AR by RD ഈക്വൽ ടു AQ by QC. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ AQ by QC കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഫ്രം 1 and 2 റൈറ്റ് സൈഡ് ആർ ഈക്വൽ. സോ വി ക്യാൻ റൈറ്റ് AP by PB ഈക്വൽ ടു AR by RD. In the picture below, the two vertices of parallelogram are joined to the midpoint of two sides. Prove that these lines divide the diagonal in this picture in the 3 equal parts. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വേർട്ടെക്സ് നിന്ന് ഇവിടെ മിഡ് പോയിൻ്റ് ആണ്, ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇവിടെ. ഇതിപ്പോൾ നിങ്ങൾ 4 cm ആണ് എടുത്തതെങ്കിൽ 2ൻ്റെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ലൈന് മീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ നമുക്കറിയാം ഇത് പാരലോഗ്രാം ആണ്, ഇതിൻ്റെ മിഡ് പോയിൻറ്റും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വേർട്ടെക്സ് നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ദെൻ നമുക്ക് എന്തുണ്ട്, ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണൽ വരയുന്ന സമയത്ത് ഈ ഡയഗണൽ എന്ന് പറഞ്ഞ ലൈനിൻ്റെ ലെങ്ത്ത് 3 ഈക്വൽ പാർട്സ് ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് ഇത് 3 ഭാഗവും ഈക്വൽ ആയിരിക്കും. ഹിയർ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് AX ഈക്വൽ ടു XY ഈക്വൽ ടു YC. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ABY. നമ്മുടെ ABY എന്നുള്ള ട്രയാങ്കിൾ മാത്രം എടുക്കുക. ABY ഈ ഭാഗം വേണ്ട, ABY. നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ട്രയാങ്കിളാണ് വേണ്ടത്. ഈ ഭാഗം മാത്രം, ഈ കാണുന്ന ഭാഗം മാത്രം, ABY കണ്ടില്ലേ, ഇതാണ് Y. അപ്പോൾ ഈ ഭാഗം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പം നമുക്ക് മനസ്സിലായി PXും BYയും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. PXും BYയും പാരലൽ ലൈൻസ് ആണെന്ന് മാത്രമല്ല ഇത് ഈക്വൽ ആണ്, അതായത് ഈ 2 സൈഡ് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് AP by PB ഈക്വൽ ടു AX by XY.
ഇവിടെ നമുക്ക് എന്താണ് രണ്ടും ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ പി പി ബി ഈക്വൽ എ എക്സ് ഈക്വൽ ടു എക്സ് വൈ. നമുക്ക് റേഷ്യോസ് എന്ന് പറയേണ്ട ആവശ്യമുള്ളത് എന്താണ്, രണ്ടും ഈക്വൽ ആണ്. എ പിയും പി ബിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എ എക്സ് ഈക്വൽ ടു എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ സോ എക്സ് ഈസ് എ മിഡ് പോയിന്റ് ഓഫ് എ വൈ. സോ വി ക്യാൻ റൈറ്റ് എ എക്സ് ഈക്വൽ, അതായത് പി മിഡ് പോയിന്റ് എ ബി ആണ് അല്ലേ. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി, അതുപോലെ തന്നെ എ വൈയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. എ എക്സ് ഈക്വൽ ടു എക്സ് വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു എക്സ് വൈ, ദിസ് ഫസ്റ്റ് നമ്പർ 1. കൺസിഡർ ദ ട്രയാങ്കിൾ ഡി എക്സ് സി. അതിന് മുകളിലുള്ള ഡി എക്സ് സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡി എക്സ് ആൻഡ് ക്യു വൈ ആർ പാരലൽ ആൻഡ് ക്യു ഈസ് എ മിഡ് പോയിന്റ് ഓഫ് സി ഡി. സോ വി ക്യാൻ റൈറ്റ് എക്സ് വൈ ഈക്വൽ ടു വൈ സി. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, എ എക്സ് ഈക്വൽ ടു എ വൈ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ് വൈ ഈക്വൽ ടു വൈ സി എന്നും കൂടെ കിട്ടും. അപ്പം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാം, എ എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ സി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എ എക്സ് ഈക്വൽ ടു എക്സ് വൈ നോട്ട് ചെയ്യണത്, എ എക്സ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 1 അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് വൈ ഈക്വൽ ടു വൈ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രം 1 and 2 വി ക്യാൻ റൈറ്റ് എ എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ സി. ഫോർ ഡയഗണൽ ഡിവൈഡ്സ് ഇൻ 3 ഈക്വൽ പാർട്സ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് the quadrilateral formed by joining the midpoint of the sides of quadrilateral is parallelogram. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാഡ്രിലേറ്റർ വരെ. ജസ്റ്റ് ഒരു ക്വാഡ്രിലേറ്റർ അത് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. നമുക്ക് എങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഒരു ക്വാഡ്രിലേറ്റർ ചെയ്യാം. ഇങ്ങനെ ആവണമെന്നില്ല, ഇതുപോലെ ഇങ്ങനെയുണ്ട്, പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ എങ്ങനെ വേണ്ടിയിരിക്കും. നമുക്കൊരു 4 സൈഡുള്ള പിക്ചറാണ്, അത് ശരിക്കും നീറ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ഇതൊരു ക്വാഡ്രിലേറ്ററിൻ്റെ ഷേപ്പാണ്. ഇതിവിടെ ഞാൻ റഫ് ഫിഗർ വരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒക്കെ മിഡ് പോയിൻ്റ് എടുക്കുക. then join these all 4 points, then what's the figure you got. അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ നമുക്ക് എന്ത് പിക്ചറാണ് കാണാൻ പറ്റുക അതെടുത്ത് എഴുതുക. ഇനി ഇതേപോലെ തന്നെ വാട്ട് ദ ഒറിജിനൽ ക്വാഡ്രിലേറ്റർ ഈസ് റെക്റ്റാങ്കിൾ. നമ്മൾ വരയുന്നത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ, അതായത് റെക്റ്റാങ്കിൾ വരഞ്ഞിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാം. ഇഷ്ടമുള്ള റെക്റ്റാങ്കിൾ ചെയ്യാം, മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിൻ്റെ റെക്റ്റാങ്കിൾ വരഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കാം. മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറിൻ്റെ നെയിം എന്താണ്, വാട്ട്സ് എ ഫിഗർ ഓഫ് ഇൻസൈഡ്, ഈ ഉള്ളിലുള്ളതാണ് വേണ്ടത്. 4th ക്വസ്റ്റ്യൻ നമ്മുടെ റോംബസ്. വാട്ട് ഈസ് ഇറ്റ്സ് റോംബസ്. അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പിക്ചർ, റോംബസ് എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ആണ്. ഓൾ സൈഡ്സ് ഈക്വലായ പാരലൽ ലൈൻസ്, പാരലൽ പിക്ചറിനെയാണ് പാരലോഗ്രാമിനെയാണ് എന്ത് പറയുക, റോംബസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ 5 5 ഓൾ സൈഡ്സ് 5 ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡ് പോയിൻറ്റ് 2.5ൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഡോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ദെൻ വാട്ട്സ് ദ നെയിം ഓഫ് അവർ ഫിഗർ, വാട്ട്സ് ദ നെയിം ഓഫ് അവർ ഫിഗർ, ഗിവ് ദ നെയിം ദിസ് ഫിഗർ പി ക്യു ആർ എസ്. വാട്ട് ഇസ് ദ ഫിഗർ ഓഫ് പി ക്യു ആർ എസ്. ഇവിടെ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ പേര് വേണം, എ ബി സി ഡി. വാട്ട് ഈസ് ദ ഫിഗർ നെയിം ഓഫ് എ ബി സി ഡി. ഈ ഫിഗറിൻ്റെ പേരെന്താണ്. അതേപോലെ ജസ്റ്റ് നമ്മൾ ഒരു ക്വാഡ്രിലേറ്റർ ചെയ്യാം. ഇതുപോലെയുള്ള മോഡൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മിഡ് പോയിൻ്റൊക്കെ യോജിപ്പിച്ചാൽ നമുക്ക് ഇതിൻ്റെ പിക്ചർ എന്താണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, W X Y Z. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ഫിഗർ ഇൻസൈഡ് WXYZ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.